ശബരിമലയിൽ പുറപ്പുഴ മേൽശാന്തിയായി ഇത്തവണ ED പ്രസാദ് നമ്പൂതിരിയാണ് ചുമതലയേറ്റത്. അദ്ദേഹം നമ്മുടെ ഒപ്പമുണ്ട്. മൂന്നാം തവണയാണ് അപേക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഈ നിയോഗത്തിനെ കാണുന്നത്? വളരെ സന്തോഷം. ഒരു വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് ഏൽപ്പിച്ചേക്കണേ. അയ്യപ്പനെ പൂജിക്കാൻ കിട്ടിയൊരു അവസരം ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ കഴിഞ്ഞ 2 തവണയും നിരാശയായിരുന്നു ഫലം. ആദ്യത്തെ തവണ നിരാശയുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അല്ല, നമ്മളൊരു കാര്യത്തിന് ശ്രമിച്ചു, അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. 2ാമത്തെ തവണ ഇപ്പോൾ അത് യൂഷ്വൽ പോലെയായി. 3ാമത്തെ തവണ അതിനെക്കുറിച്ചൊന്നും ഒരു സ്ട്രെസ്ഡ് അല്ലായിരുന്നു. ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലില്ല. അല്ല, ആഗ്രഹം ഉണ്ടെന്നല്ലാണ്ട് പ്രതീക്ഷ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ആഗ്രഹിച്ചിരുന്നു നല്ലോണം കിട്ടണമെന്ന്. ഈ പുറപ്പുഴ മേൽശാന്തിയായി വരുമ്പോഴേക്കും നമ്മൾ കുറേ കാലം ഈ യോഗേന്ദ്രയിൽ അയ്യപ്പനുള്ള സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഇവിടെ ആളുകൾ കുറവായിരിക്കും, വന്യമൃഗങ്ങളുണ്ടാവും. അങ്ങനെ പ്രത്യേക ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. ഇതുവരെ അനുഭവിക്കാത്തൊരു അനുഭവമാണല്ലോ അല്ലേ? അതെ, അങ്ങനെ തന്നെയായിരിക്കും. ആ സമയത്ത് അയ്യപ്പനെ ഭജിക്കാലോ. നമുക്ക് അത്തരമൊരവസരം എത്രയൊക്കെ വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്നാലും നമുക്കൊരിക്കലും ഈ എക്സ്റ്റേണൽ കാര്യങ്ങളിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല. ഇതാവുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അയ്യപ്പനെ തന്നെ ആശ്രയമുള്ളൂ. നേരത്തെ ആറേശ്വരം ക്ഷേത്രത്തിലായിരുന്നു, ധർമ്മശാസ്ത്രത്തിനെയാണ് പൂജിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അനുഭവം എങ്ങനെയാണ്? അത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറേശ്വരത്ത് ഒരു ചെറിയൊരു രൂപം തന്നെയാണ് ശബരിമലയുടെ. അവിടെ സ്ത്രീകൾ കെട്ടെടുത്ത് വരാറുണ്ട്, പ്രായഭേദമന്യേ വരാറുണ്ട്. അവിടെയാണ് പൂജ വെച്ചിരുന്നത്. അവിടെ 3 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇതേ ആചാരം തന്നെയാണ്, അതായത് ചടങ്ങുകളൊക്കെ ഇതേപോലെ തന്നെയാണോ? ശബരിമല പോലെ തന്നെയാണ്? ഇവിടുത്തെ ഒരു സിസ്റ്റം വേറെ ഒരു രീതി തന്നെയാണ്. അതിൽ നിന്ന് നമ്മുടെ അവിടെയൊക്കെ യൂഷ്വലായിട്ടുള്ള അമ്പലങ്ങളിലുള്ള സിസ്റ്റം തന്നെയുള്ളൂ. ഇവിടെ ഇത്തിരി കൂടെ വിശേഷമായിട്ടുള്ള സമ്പ്രദായങ്ങളാണ്. ഞാൻ ചോദിച്ച ഇരുമുടിക്കെട്ടുമായിട്ട് സ്ത്രീകൾ വരുന്ന ഒരു അമ്പലം എന്നുള്ള രീതിയിൽ എങ്ങനെ വ്യത്യാസം? സാധാരണ പോലെ ഇരുമുടിക്കെട്ടായിട്ട് വരും. അത് അമ്പലത്തിലിരുന്ന് ഇതേപോലെ തന്നെ തേങ്ങ ഉടച്ച് പാത്രത്തിലാക്കി തരും. അത് അഭിഷേകം ചെയ്യും. ഈ അഭിഷേകമൊക്കെ ഇത് ഇവിടുത്തെ രീതി തന്നെയാണ്? അങ്ങനെ ഇത്ര അധികം ഒന്നും വരുന്നില്ല. അവിടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള 100-150 ആൾക്കാരാണ് ഒരു സീസണിൽ ഇങ്ങനെ വരുന്നുള്ളൂ. അത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ അവിടുത്തെ ആരൂഢം പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ രീതിയിലല്ല അല്ലേ? ശാസ്താവായിട്ടാണ്. അപ്പോൾ അത് വ്യത്യാസം എങ്ങനെയാണ്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനാണ്. അല്ലല്ല, അവിടെ ശാസ്താവായിട്ടാണ് സങ്കല്പം. ഇവിടെ അമ്പലം വനത്തിനോട് ചേർന്നാണ്, കാട്ടിലാണ്, മലയുടെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഒരു കാട്ടിൽ നിന്ന് വേറൊരു കാട്ടിലേക്കല്ലേ? അതൊരു ചെറിയ മലയിൽ നിന്ന്, ചെറിയ മല എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ ചെറുതാക്കണതല്ല, എങ്കിലും ചെറിയൊരു ഇതിൽ നിന്ന് ലോകത്തിൻ്റെ കൊടുമുടിയിലുള്ള അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം. ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിയോഗമാണ് ഇതെന്നാണ് ശബരിമല മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി പറയുന്നത്. ശബരിമലയിൽ നിന്ന് ബിപിൻ മുരളിക്കൊപ്പം സജീവ് സുവാര്യർ.